ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ അടുത്ത വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. ഇന്ന് നാം പറയാൻ പോകുന്നത് ക്വാണ്ടിഫയേഴ്സ് എന്നാണ് ക്വാണ്ടിഫയർ എന്താണെന്നും എത്ര ടൈപ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്വാണ്ടിഫയേഴ്സ് എന്താണ്? ആ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കൂടിയും എല്ലാവർക്കും ക്വാണ്ടിഫയേഴ്സ് പല രീതിയിൽ പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ, ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ പ്രപ്പോസിഷൻ ഫ്രം എ പ്രപ്പോസിഷണൽ ഫങ്ഷൻ ഈസ് കോൾഡ് ക്വാണ്ടിഫിക്കേഷൻ. അതായത് നമ്മളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെ പ്രപ്പോസിഷൻസിനെയാണ് ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ എന്ന് പറയാൻ കഴിയില്ല, പ്രപ്പോസിഷൻ തന്നെ പറയണം. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ എന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇക്വേഷൻ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ പ്രപ്പോസിഷൻ പ്രപ്പോസിഷൻ ഫങ്ഷനിൽ നിന്ന് പ്രപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ക്വാണ്ടിഫിക്കേഷനാണത്. അതായത് അതിൻ്റെ എക്സിസ്റ്റൻസ്. ഇപ്പോൾ ഒരു വേരിയബിൾ ആകുമ്പോൾ ആ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അത് ട്രൂ ആവാം, ഫാൾസ് ആവാം. അപ്പോൾ അത് ട്രൂ ആവുന്ന കണ്ടീഷൻ, ഫാൾസ് ആവുന്ന കണ്ടീഷൻ നമ്മൾ എഴുതണം. ഇപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കേസ് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നൊരു എക്സാമ്പിളാണ്. എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ ഒരു കേസ് നോക്കാം. ഇതിൽ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ നമുക്ക് 0 കൊടുക്കാം. 0 കൊടുത്താൽ 0 ഈക്വൽ ടു 0 സ്ക്വയർ 0. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു പ്രപ്പോസിഷൻ എന്താണ്, ട്രൂ ആവുന്നൊരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ വേറൊരു കണ്ടീഷനിലും ഇത് ട്രൂ ആവില്ല. -1 ആയാലും +1 ആയാലും എന്ത് കൊടുത്താലും വണ്ണിനും കൂടി എന്താണിത് ഈക്വൽ ആവും, വേറൊരു വാല്യൂനും ആവില്ല. 1 വന്നാൽ 1 ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഈ രണ്ട് കേസിനും മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും എല്ലാ വാല്യൂവിനും ഇത് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഫോർ ഓൾ എക്സ് എന്ന് പറയാൻ കഴിയില്ല. ഫോർ ഓൾ എക്സ് എന്ന് പറയുമ്പോൾ എല്ലാ എക്സിനും എന്നാണ് അർത്ഥം. എല്ലാ ഈ എക്സിനും ഇത് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർ ഓൾ എക്സിനാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാണ്ടിഫയർ, ആ ക്വാണ്ടിഫയറിൻ്റെ പരമാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. അതായത് എല്ലാ വാല്യൂവിനും അത് ട്രൂ ആണെങ്കിൽ. പക്ഷേ സം വാല്യൂവിന് ഇത് ട്രൂ ആണ്. അതായത് ഇത് കുറച്ച് വാല്യൂവിന് ഇത് എക്സിസ്റ്റൻസ് ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. ചില വാല്യൂവിന് ഇപ്പോൾ 0ക്ക് 1-നൊക്കെ എന്താണിത് ട്രൂ ആണ്. അപ്പോൾ നമുക്ക് അതിന് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറയാം. അപ്പോൾ എല്ലാ വാല്യൂവിനും ആണെങ്കിൽ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും, ചില പ്രത്യേക വാല്യൂവിന് മാത്രമാണെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്നാണ് പറയുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ക്വാണ്ടിഫയർ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കൊരു എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നുള്ള പ്രൊപ്പോഷൻ ആണെങ്കിൽ നമുക്ക് പറയാം ഫോർ ഓൾ എക്സിന് ഇത് എന്തില്ല, ട്രൂ അല്ല എന്ന്. എന്നാൽ സം എക്സിന് ട്രൂ ആണ്, 0ക്കും 1-നും ഇത് ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റൻസ് ഓഫ് എക്സ് പി ഓഫ് എക്സ് ഇസ് ട്രൂ എന്ന് പറയാം. എക്സിൻ്റെ വാല്യൂ 0യും 1-നും ആവുന്ന കേസിൽ അത് ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ക്വാണ്ടിഫയർ എന്ന് പറയണം. ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസിഷൻ ഫങ്ഷനിൽ നിന്നും പ്രപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ക്വാണ്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് ക്വാണ്ടിഫയേഴ്സ്. രണ്ട് തരത്തിലാണ് ക്വാണ്ടിഫയേഴ്സ്. ഒന്ന് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും ഒന്ന് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും. അത് ഫസ്റ്റ് പറഞ്ഞ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഫോർ ഓൾ എക്സ് എന്നാണ്. അതായത് എല്ലാ വാല്യൂ എക്സിൻ്റെ എല്ലാ വാല്യൂവിനും ട്രൂ ആണെങ്കിൽ എന്നാണ് അർത്ഥം. The universal quantification of P of x is the statement. P of x ആണ് സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ P of x for all value of x. ഇപ്പോൾ ഈ എക്സിന് നമ്മൾ ഈ തന്ന എക്സിനില്ലേ, ഈ എക്സിന് കൊടുക്കുന്ന എല്ലാ വാല്യൂവും ട്രൂ ആണെങ്കിൽ, എക്സിന് 0 കൊടുത്താലും 1 കൊടുക്കാം, -1 കൊടുക്കാം, 1/2 ചെയ്യുന്ന എല്ലാ കണ്ടീഷനിലും അത് ട്രൂ ആവുകയാണെങ്കിൽ പറഞ്ഞത് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പി ഓഫ് എക്സ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എക്സ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ഡൊമൈൻ. ദ നൊട്ടേഷൻ അതിന് പറഞ്ഞ ഫോർ ഓൾ എന്നുള്ളതിന് പറയുന്നതാണ്, ഇങ്ങനെ എഴുതിട്ടിട്ട് ഫോർ ഓൾ എക്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ട് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സിലെ എല്ലാ എക്സ് വാല്യൂവിനും
പോസിറ്റീവ് ആവുക എന്നുള്ളത്, ട്രൂ ആവുക എന്നുള്ള അർത്ഥം. അതായത് ഫോർ എപ്പോഴും ഏതിന് എക്സ് യൂണിവേഴ്സിറ്റി ക്വാണ്ടിഫയർ പറയുന്നത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യാം. ഇതിൽ ഫോർ ഓൾ ഈസ് കോൾഡ് യൂണിവേഴ്സൽ. ഈ ഒരു ഫോർ ഓളിനെയാണ് നമ്മളെന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ചിലരൊക്കെ ആദ്യമായിട്ട് കേൾക്കും ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നാണ്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നാണ് ഇതിനെ റീഡ് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുന്നത് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് എന്നും പറയാറ്. ഫോർ എവരി എക്സ് പി ഓഫ് രണ്ടും ഒന്ന് തന്നെയാണ്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം ആണ്. An element for which p of x is false is called a counter example of for all x p of x. ഈ എലമെൻറ്റിൽ ചില എക്സുകൾ എന്ത് ചെയ്യും, ട്രൂ അല്ല ഫാൾസ് വരാം. അതപ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ള ഇതൊരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ അല്ലാതെ മാറും. ചില കണ്ടീഷനുകൾ ഫാൾസ് വരും. എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ എന്ന് പറയാം. അതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. അതർവൈസ് എന്താണ്, ഫാൾസ് വന്നാലത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ അല്ല. പിന്നെ അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓൾ എക്സ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് if the domain consists of all real numbers? What is the truth value of his statement if the domain consists of all integers? ഈ ഫോർ ഓൾ എക്സ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ എക്സ് എന്നുള്ളത് ട്രൂ ആണോ? രണ്ട് കണ്ടീഷനിലാണ് പറയുന്നത്. ഒന്ന് റിയൽ നമ്പേഴ്സിൻ്റെ കേസിലും ഒന്ന് ഇൻറ്റീജറിൻ്റെ കേസിലും. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം വരും, 0 വരും, 1 വരും, 0 വരും, പോസിറ്റീവ് നമ്പർ വരും, നെഗറ്റീവ് നമ്പർ വരും, ഫ്രാക്ഷൻ വരും, എല്ലാം എന്നാണ് റിയൽ നമ്പേഴ്സ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ തിരിച്ചാണ് നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടീഷൻ എന്താണ്, ഇതാണ് തന്നില്ല, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സിൻ്റെ അടുത്ത് അവിടെ കണ്ടീഷൻ നമുക്ക് എന്ത് കൊടുക്കാം, ഒന്നുകിൽ എന്ത് ചെയ്യാം, എക്സിന് 0 വാല്യൂ കൊടുക്കാം. 0 വാല്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ എക്സ് ക്വസ്റ്റ്യൻ തന്ന മാതിരി എക്സിനെ അങ്ങോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ എക്സിനെ ഈ സൈഡിലോട്ട് എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെ ആക്കിയിട്ട് ചെയ്യാം. എല്ലാണ്ടത്തിന് ചെയ്യാം. അല്ലാണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എക്സിന് വാല്യൂ 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അത് പോസിബിളാണ്. 0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാനോ ഈക്വലോ ആണെന്ന് പറഞ്ഞു. ഈക്വൽ ആണെന്ന് രണ്ട് സൈഡും എങ്കിൽ എന്താണ്, അത് ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 0 എന്നുള്ള വാല്യൂക്ക് ഇത് ട്രൂ ആണ്. ഇനി പറയുന്നത് 1 എന്നുള്ള വാല്യൂ കൊടുത്തു നോക്കാം. 1 എന്ന വാല്യൂ കൊടുത്താൽ 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആ കണ്ടീഷനും അത് ട്രൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തപ്പോഴും 1 കൊടുത്തപ്പോഴും ട്രൂ ആയി. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പോൾ അതായത് ഇൻറ്റീജർ വാല്യൂവിനെല്ലാം തന്നെ ഇത് ട്രൂ ആവുന്നു. 3 കൊടുത്തു നോക്കൂ. 3 കൊടുത്താൽ 3 സ്ക്വയർ ഗ്രേറ്റർ 3 ശരിയാണ്. കാരണം 3യേക്കാൾ വലുതാണ് 3 സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു പിന്നെ കൂടി വരിക, അത് എപ്പോഴും ഇൻറ്റീജർ നമ്പറിനെല്ലാം തന്നെ അത് ട്രൂ ആയിരിക്കും. അതേസമയം ഫ്രാക്ഷൻ കൊടുക്കാം. എക്സിന് നമുക്ക് 1/2 എന്ന് കൊടുത്തു നോക്കാം. എക്സിന് 1/2 കൊടുക്കുമ്പോൾ ഇതിന് 1/2 സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. നമുക്കറിയാം 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇതൊരിക്കലും പോസിബിളായൊരു കണ്ടീഷനല്ല. കാരണം എന്താണ്, 1/2 എന്ന് പറയുന്നതിനേക്കാളും വലുതാണ് 1/4 എന്ന് പറയുന്നത് തെറ്റാണ്, ഈക്വലും അല്ല. അതുകൊണ്ട് തന്നെ ഫ്രാക്ഷൻ എന്നുള്ളത് റിയൽ നമ്പേഴ്സിനത് ഫാൾസ് ആണ്. അപ്പോൾ ഇൻറ്റീജർ നമ്പറിനെല്ലാം തന്നെ ട്രൂ ആയിരുന്നു. അതേസമയം ഫ്രാക്ഷൻ നമ്മൾ കൊടുത്തപ്പോൾ ഫാൾസ് കണ്ടീഷനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന് ഇത് എന്താണ് ഫാൾസ് ആണ്, അതേസമയം ഇൻറ്റീജറിന് ഫുൾ കറക്റ്റുമാണ്. അതാണ് ലാസ്റ്റ് പറയുന്നത്. ലെറ്റ് ദ ഡൊമെയിൻ, ശ്രദ്ധിക്കൂ, ലെറ്റ് ദ ഡൊമെയിൻ ബി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇൻ ദ കേസ് for all x p of x is fall x equal to 1/2 is a counter example. ഒരു എക്സാമ്പിൾ കൊടുത്ത് ചെയ്താൽ മതി. ഫ്രാക്ഷൻ ഒരു 1/2 കൊടുത്ത് ചെയ്തപ്പോൾ തന്നെ അത് ഫാൾസ് ആയി. അതേസമയം let the domain be the set of all integer in the case for all x p of x is true. അതേസമയം ഇൻറ്റീജറിൻ്റെ കേസിൽ എല്ലാ എക്സിനും അത് ട്രൂ ആണ്. അപ്പോൾ അതാണ്
ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന് എക്സാമ്പിൾ പറഞ്ഞു. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. ചില സം കേസിന് മാത്രം അത് ട്രൂ ആയി വരാം. The existential quantifier of P of x is the proposition there exists an element x in the domain such that P of x ചില എലമെൻറ്റുകൾക്ക് അത് ട്രൂ ആയി വരിക. ദർ എക്സിസ്റ്റിനെ കാണിക്കാൻ ഇങ്ങനെയാണ് എഴുതുക, ദയർ എക്സിസ്റ്റ്. ഈ തിരിച്ചിട്ട പോലെയാണ് എഴുതുക, ദയർ എക്സിസ്റ്റ്. വി യൂസ് ദ നൊട്ടേഷൻ there exists x p of x, there exists x p of x for the existential quantification of p of x. Here there exists is called the existential quantifier. ഇതിനെയാണ് existential quantifier എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Let p of x be the statement x equal to x square. If the domain consists of integers, the truth value of the following proposition. ഇൻറ്റിജർ നമ്പറാണ്, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നാണ്. അങ്ങനെയാണ് താഴെ തന്ന പ്രപ്പോസിഷൻസ് എല്ലാം തന്നെ പോസിബിൾ ആണോ എന്നാണ് നോക്കുന്നത്. താഴെ തന്ന പ്രപ്പോസിഷൻ പറയുമ്പോൾ പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2. അപ്പോൾ ഈ പി ഓഫ് 0 കൊടുത്തു. പി ഓഫ് 0 കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് 0 ഈക്വൽ ടു 0 സ്ക്വയർ ആണ്, അത് ട്രൂ ആണ്. രണ്ടാമത് 1 കൊടുത്തു, 1 ഈക്വൽ ടു 1 സ്ക്വയർ, അതും ട്രൂ ആണ്. ഇനി 2 കൊടുത്തു, 2 കൊടുക്കുമ്പോൾ 2 ഈക്വൽ ടു 2 സ്ക്വയർ ആണ്, 2 ഈക്വൽ ടു 4 എന്ന് വരും, അതൊരിക്കലും പോസിബിളേ അല്ല, അതൊരു ഫാൾസ് പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി ഓഫ് 0ക്ക് ട്രൂ ആണ്, പി ഓഫ് 1ന് ട്രൂ ആണ്, പി ഓഫ് 2ന് അത് ഫാൾസ് പൊസിഷനാണ്. ഇനി പി ഓഫ് -1 കൊടുത്തു നോക്കുക. -1 ഈക്വൽ ടു -1ൻ്റെ സ്ക്വയർ 1 ആണ്. സോ -1 ഈക്വൽ ടു +1 എന്ന് വരും, അതും ഒരിക്കലും പോസിബിൾ അല്ല, അതും ഫാൾസ് ആണ്. അപ്പോൾ ഈ 4 കണ്ടീഷനിൽ പി ഓഫ് 0 കറക്റ്റാണ്, പി ഓഫ് 1 ട്രൂ ആണ്, പി ഓഫ് 2 ഫാൾസ് ആണ്, പി ഓഫ് -1 ഫാൾസ് ആണ്. അപ്പോൾ ചില എക്സിസ്റ്റൻസിന് മാത്രമേ ഇത് ട്രൂ ഉള്ളൂ. ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0യും 1ഒക്കെ അങ്ങനെയാണ്, അതിന് ട്രൂ ആണ്. അതേസമയം ബാക്കിയുള്ളതിനൊക്കെ തന്നെ ഫാൾസ് ആണ്. അതാണ് ദർ എക്സിസ്റ്റ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഫോർ ഓൾ ഓഫ് പി എഫ് എക്സ് ഇസ് ഫാൾസ്. ഫോർ ഓൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. 3 കഴിഞ്ഞ് 4ാമത്തെ ഫോർ ഓൾ ഓഫ് എക്സ് പി എഫ് എക്സിന് ട്രൂ അല്ല. കാരണം എന്താണ്, ചില കേസുകളിൽ ട്രൂ അല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ പി ഓഫ് 2 ട്രൂ അല്ലാതെ വന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ട്രൂ അല്ല എന്നാണ് പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദ റെസ്റ്റ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് അടുത്തൊരു കണ്ടീഷനാണ്. അത് എന്താണ്, ഇതിൽ തന്നിട്ടില്ല. ദ റെസിസ്റ്റ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അതിനടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പി ഓഫ് 0ക്ക് ട്രൂ എന്ന് പറഞ്ഞു, പി ഓഫ് 1ന് ട്രൂ ആണെന്ന് പറഞ്ഞു, പി ഓഫ് 2ന് ഫാൾസ് ആണ്, പി ഓഫ് -1നും ഫാൾസ് എന്ന് പറഞ്ഞു. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫാൾസ് ആണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇസ് ട്രൂ എന്ന് പറയാൻ പറ്റുള്ളൂ. 2 -1ഒക്കെ ഫാൾസ് ആയതുകൊണ്ട് തന്നെ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഫാൾസ് ആണ്. ലാസ്റ്റത്തത് പറയുന്നത് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ആണ്. അത് എന്താണ്, ട്രൂ ആണ്. കാരണം അതിൽ കട്ടായി പോയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ദർ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണ്. ചില കണ്ടീഷന് ട്രൂ ആണെന്ന്, ചില കണ്ടീഷൻ ട്രൂ തന്നെയാണ്. പി ഓഫ് 0യും പി ഓഫ് 1നൊക്കെ തന്നെ ട്രൂ ആയതുകൊണ്ട് തന്നെ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്നുള്ളത് ട്രൂ പ്രപ്പോസിഷനാണ്. ബാക്കി ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞത് ഫാൾസ് പ്രപ്പോസിഷനാണ്. അതിന് കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കുക. പി ഓഫ് 2 പി ഓഫ് -1ഒക്കെ ഫാൾസ് ആണ് എന്നുള്ള കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ക്വാണ്ടിഫയേഴ്സ് ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കാൻ 1-2 പ്രോബ്ലം കൂടി ചെയ്താൽ ഇത് റെഡിയാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.